ഇപ്പോൾ ഒരു ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്തതിൻ്റെയാണ്. രക്തചന്ദനം ഒറിജിനൽ ആണെങ്കിലാണ് പറ്റിയിട്ടുള്ള എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു വീഡിയോ ആണ്. അതായത് ഞാൻ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക്, ഫേസ് മാസ്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നേരത്തെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ റിവ്യൂസ്, ഹെയർ കെയർ പ്രൊഡക്ട്സിന്റെ റിവ്യൂസ്, അതുപോലെ നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സിന്റെ റിവ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു DIY ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക്, ഫേസ് പാക്ക് എന്നൊക്കെ പറയാം, ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ബേസിക്കലി. അപ്പോൾ DIY ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യാത്ത പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു DIY ഫേസ് പാക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് മൂന്ന് പ്രൊഡക്ട്സ് ആണ്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ്. യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം നമ്മളൊന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. അത് അങ്ങാടിക്കട അങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ആയുർവേദ ഐറ്റംസ് കിട്ടുന്ന ഷോപ്സിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. വേറെ ഒന്നല്ല, മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ രക്തചന്ദനം എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് രക്തചന്ദനം എന്ന് പറയുന്നത്. അതായത് ഫേസിൽ നമുക്ക് ബ്രൈറ്റ്നസ് തരാനും ഒരു ഗ്ലോ തരാനും, അതേപോലെ നമ്മളെ ഫേസിലുള്ള പിമ്പിൾ മാർക്സ്, ഡാർക്ക് സ്പോട്ട്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ്, അങ്ങനെ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു രക്തചന്ദനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു മാസ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതും ഈ ഒരു രക്തചന്ദനമാണ്. അതുപോലെ സ്കിന്ന് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, അതൊന്ന് സോഫ്റ്റൻ ചെയ്യണമെങ്കിലും സ്കിന്നിലുള്ള ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാനും, സ്കിന്ന് നല്ല ഹെൽത്തി ആക്കി വെക്കാനും, സ്കിന്നിലുള്ള മാർക്സ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാനും നല്ല രീതിക്ക് ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നൊന്ന് ഇവൻ ടോൺ ആക്കാനും, ടാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും നമ്മളെ ഈ ഒരു ഫേസ് പാക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ രക്തചന്ദനം ആണ്. അപ്പൊ രക്തചന്ദനത്തിന്റെ ഈ ഒരു രക്തചന്ദനാദി ചൂർണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വൈദ്യരത്നത്തിന്റെ രക്തചന്ദനാദി ചൂർണമാണ്. ഇതിന് റേറ്റ് വരുന്നത് 70 റുപ്പീസ് ആണ്. 50 ഗ്രാമാണ് ഇതിലുള്ളത്. രക്തചന്ദനാദി ചൂർണം എന്ന് പറയുന്നത് പൗഡർ ആണ്. ഇതാണ് ഈ ഒരു പൗഡർ. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാൻ യൂസ് ചെയ്തിട്ട് താഴെപ്പോയി. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലിന്റെ ഒരു 3/4 പോർഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ രക്തചന്ദനം എന്ന് പറയുന്നത്. ഇത് നമ്മള് ഒറ്റയ്ക്ക്, അതായത് രക്തചന്ദനത്തിന്റെ പൊടി മാത്രമായിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്താലും ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് ഒരു പുകച്ചില് ഫേസിൽ ഫീൽ ചെയ്യും. അത് അത്ര നല്ലതല്ല. അപ്പൊ ഞാൻ ഇത് ബാക്കി പ്രൊഡക്ട്സ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ഒരു രക്തചന്ദനത്തിന്റെ പൊടിയാണ്. അപ്പൊ ഞാൻ ഇത് എടുത്ത് കാണിച്ചു തരാം ആദ്യം തന്നെ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നമ്മുടെ രക്തചന്ദനത്തിന്റെ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ രക്തചന്ദനത്തിന്റെ പൗഡർ ഞാൻ ഒരു ചെറിയൊരു ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അത് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ഇതിലേക്ക് ഒരു മീഡിയം ആയിട്ട്, അതായത് നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ രക്തചന്ദനം യൂസ് ചെയ്യാതെ എന്തെങ്കിലും ഒരു മീഡിയം കൂടി നമ്മൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലമാവാണ്. അപ്പോൾ ഈ ഒരു രക്തചന്ദനം എടുത്തിട്ടുള്ളതിന്റെ ഒരു ഡബിൾ ക്വാണ്ടിറ്റിയാണ് ഞാൻ കടലമാവ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബൗളിൽ ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ നമ്മൾക്ക് നമ്മുടെ രക്തചന്ദനത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ, അടുത്തത് 2 ടീസ്പൂൺ. ഇനി ഇത് നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ഒരു റെഡ് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മിക്സായി വരുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും. ഇനി ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലുള്ള എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. വെള്ളം, റോസ് വാട്ടർ, പാല്, തൈര്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പാലാണ്. അപ്പൊ നമുക്ക് പാല് കുറച്ച് ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒരു പേസ്റ്റിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെന്നാണെങ്കിൽ നിങ്ങൾക്ക് പാല്, തൈര് പോലുള്ള കാര്യങ്ങൾ എടുക്കാം. അതുപോലെ ഓയിലി ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ റോസ് വാട്ടറോ വെള്ളമോ യൂസ് ചെയ്യാം.
അപ്പോൾ എന്റെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് ഞാനിവിടെ പാലാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ മിൽമയുടെ ഈ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾക്ക് ഈ ഒരു ഫേസ് പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പേസ്റ്റ് ആകാനുള്ള ഒരു ലൂസ് ആയിട്ടുള്ള ഒരു, അതായത് ഫേസ് പാക്കിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പേസ്റ്റ് ആകാൻ പാകത്തിൽ നമ്മൾക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇത് തന്നെ മതിയാവും. വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കാം. ഞാൻ പക്ഷേ ഈ ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചൊന്ന് ലൂസിനാക്കാം. കുറച്ചുകൂടെ പാലുണ്ട്, കുറച്ച് മാത്രം. ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് നമ്മളുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്കിത് നേരെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് എടുക്കാം. ഫേസ് നല്ല രീതിക്ക് ഞാൻ ആദ്യം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മേപ്പൊക്കെ ആവും. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ക്ലീനൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് പോയിട്ടാണ് ചെയ്യാനായിട്ട്. സ്പൂൺ വെച്ച് നടപടിയാവില്ല, കൈയിട്ട് തന്നെ ചെയ്യാം. നല്ല തിക്കായിട്ടൊന്നും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട, പക്ഷെ ജസ്റ്റ് ഒന്ന് ഫേസിലെ കംപ്ലീറ്റ് പോർഷനിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് എവിടേക്കാണ് നമ്മൾക്ക് പിമ്പിൾ മാർക്സ് ഉള്ളത്, എവിടേക്കാണ് നമ്മുടെ ഫേസിന് ഇഷ്യൂസ് ഉള്ളത്, അവിടെയൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇടാറുണ്ട്. സാധാരണ ആരും ഫേസ് പാക്ക് ഇടുമ്പോൾ കണ്ണിന്റെ മുകളിലിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇടാറുണ്ട്. ഇനി ഇത് നല്ല രീതിക്ക് വലിഞ്ഞ് വരണം. വലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ചെറിയൊരു മസാജ് കൂടെ കൊടുക്കാറുണ്ട്. നിർബന്ധമില്ല, തിക്ക് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ മസാജ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല, കൊടുത്താൽ നല്ലതാണ്. പിന്നെ ഇത് ഞാൻ കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്യണം. നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും കഴുത്തിലൂടെ അപ്ലൈ ചെയ്യണം. പിന്നെ ഒരിക്കലും കഴുത്തിന് ഇങ്ങനെ താഴേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. എപ്പോഴും മുകളിലേക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും മുകളിലേക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ഒരുവിധം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 10 to 15 മിനിറ്റ് ഒക്കെ മാക്സിമം വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഇതൊന്ന് വലിഞ്ഞ് ടൈറ്റ് വരും. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മൾ ഓവറായിട്ട് സംസാരിക്കരുത്. സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഡ്രൈ ആവുന്നതിനനുസരിച്ച് സ്കിന്നിൽ ചുളിവുകൾ വീഴും. അപ്പോൾ മാക്സിമം നമ്മൾ മിണ്ടാതിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്രൈ ആയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇപ്പോൾ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് പോയി ഫേസ് കഴുകിയിട്ട് വരാം. ഇപ്പോൾ നോക്കുമ്പോൾ കയ്യിൽ നല്ല രീതിക്ക് ഒട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷമുള്ള ഫേസ് എന്ന് പറയുന്നത്. ഫേസിലുള്ള ഒരു ഗ്ലോ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഫേസ് ഒന്ന് ബ്രൈറ്റൻഡ് അപ്പ് ആയ പോലെ തോന്നുന്നുണ്ട്. അതേപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിക്ക് നമ്മളെ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു രക്തചന്ദനം നമ്മൾ ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു പുകച്ചിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു പുകച്ചിൽ ഉണ്ടാവും. അത് ഈ ഒരു രക്തചന്ദനത്തിന്റെയാണ്. രക്തചന്ദനം ഒറിജിനൽ ആണെങ്കിൽ മാത്രമേ ഈ ഒരു പുകച്ചിൽ ഫീൽ ചെയ്യുള്ളൂ. കെമിക്കലുള്ള പൊടിയാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പുകച്ചിൽ അങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അതും. അതായത് കെമിക്കലുള്ള രക്തചന്ദനം, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള രക്തചന്ദനം തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഒരു പുകച്ചിലിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. എല്ലാവർക്കും പറ്റിയിട്ടുള്ള, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. ആകെ റീപ്ലേസ് ചെയ്യേണ്ടത് നമ്മുടെ പാല് മാത്രം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാല്, തൈരൊക്കെ യൂസ് ചെയ്യാം. ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം.
അപ്പൊ ഇതാണ് ആകെയുള്ള ഒരു ഡിഫറൻസ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഡെയിലി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാം. ഞാനിത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു DIY ഫേസ് പാക്ക് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രേ ഉള്ളൂ. ടാറ്റാ.